ഇന്ത്യൻ സംഗീത ഇതിഹാസം ലതാ മങ്കേഷ്കറിന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണവും സംഗീതാർച്ചനയും സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മാക്ട ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി സോണി സായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് കൗൺസിലർമാരായ കെ.എ. മനാഫിനെയും ഫൗസിയ സജീറിനെയും ആദരിച്ചു. ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടിയായി അറിയപ്പെടുന്ന ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറിന്റെ 4ാമത് സ്മരണ ദിനത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും സംഗീതാർച്ചനയും സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി സിറിൽസ് ഹാളിൽ നടന്ന പരിപാടി മാക്ട ജോയിന്റ് സെക്രട്ടറി സോണി സായി ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്മോറിയൽ ഹാൾ ഇവിടേക്ക് എത്താനായിട്ട് സത്യം പറഞ്ഞ കുറെ വർഷം എടുത്തു എന്നുള്ളതാണ് വേറെ സത്യം. ഞാനൊരു 25-30 വർഷമായി മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്. സംഗീത ലോകത്ത് ഞാൻ എൻ്റെ കഷ്ടപ്പാട് അറിയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം 10-30 സിനിമകൾ പാടി, അതുപോലെ സംഗീതം ചെയ്യുന്നുണ്ട്. മ്യൂസിക് കമ്പോസറാണ് 6 സിനിമകളിൽ. അതുപോലെ ഹംഗാമ അവാർഡ് ശ്രേയാ ഘോഷനോടൊപ്പം എനിക്ക് 2023 വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷെ ലതാജി, ജാനകി അമ്മ, ചിത്രേച്ചി അങ്ങനെയുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ലെജൻസ് തന്നെയാണ്. അവരാണ് ലെജൻസ്, റിയൽ ലെജൻസ്. കാരണം ഒറ്റ ടേക്കിലാണ് അവർ പാടുന്നത്. അപ്പോൾ ലതാജിയെ പോലെയുള്ളവരെ പാടി വെച്ചിരിക്കുന്ന ഓരോന്ന് കേൾക്കുമ്പോൾ അയ്യോ, നമുക്കൊന്നും ജന്മത്തെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് ഗോഡ് ഗിഫ്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവർ ദൈവം തന്നെ അവരിങ്ങോട്ട് വിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാണ്. ജനറൽ സെക്രട്ടറി കെ.എ. ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർമാൻ കെ.എ. മനാഫ്, ഡിവിഷൻ കൗൺസിലർ ഫൗസിയ സജീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നിങ്ങളുടെയൊക്കെ സഹായ സാധനങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യവുമാണ്. ഒരു ഇരിപ്പിടം നമുക്ക് അത്യാവശ്യമാണ്. അതിന് നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഗുരുജി ബദ്രിനാഥിന്റെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ച പിന്നണി ഗായിക ഡോക്ടർ ഗോപിക, രവീന്ദ്രൻ മാസ്റ്ററുടെ ശിഷ്യയായ പിന്നണി ഗായിക രഞ്ജിനി, നിരവധി ആൽബങ്ങളിലൂടെ ഭക്തിഗാനങ്ങൾ ആലപിച്ച് പ്രശസ്തയായ സംഗീത നായർ, കർണാടക സംഗീതത്തിൽ രാജൻ ഭഗവതരുടെയും ഹിന്ദുസ്ഥാനിയിൽ വിജയ് സുർസന്റെയും കീഴിൽ പരിശീലനം നേടിയ +2 വിദ്യാർത്ഥിനിയായ അതിഥി എന്നിവർ ലതാജിക്ക് പ്രണാമമർപ്പിച്ച് ഗാനങ്ങൾ ആലപിച്ചു. ആതുല്യ ഗായികയുടെ സ്മരണകൾ ഉണർത്തിയ സംഗീതാർച്ചനയ്ക്ക് ആസ്വാദക സദസ്സ് ആവേശഭരിതമായി. കൗൺസിലർമാരായ മനാഫ്, ഫൗസിയ സജീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി, മാക്ട സെക്രട്ടറിയും ഗായികയുമായ സോണി സായിയെ ഷാളണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.